ഹലോ എവരിബഡി, ഇനി പോകരുത് എല്ലാവർക്കും പുതിയൊരു കഥയുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അവിടെ പറയുന്നത് മലപ്പുറം ജില്ലയിലെ മാലനാട്ട് മനയിലെ യക്ഷിയെക്കുറിച്ചാണ്. അവിടെ താമസിക്കാൻ വന്ന 2 മനുഷ്യന്മാർക്കും ജോലി സ്ഥലത്തെ സ്റ്റാഫിനും ആയ രമേശ്, രതീഷ് എന്നിവർക്കുണ്ടായ പ്രേതാനുഭവത്തെ പറ്റിയാണ്. അവർക്ക് പണിക്ക് സമയത്തും കാലത്തും എത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു വീട് എടുക്കണം. ആ വീടിൻ്റെ ഉടമസ്ഥനാണ് 5 മാസത്തെ വാടക കൊടുത്തതിനാൽ ഞങ്ങൾക്ക് അവിടെ താമസവും എല്ലാം ഒരുക്കി തന്നത്. താമസിക്കുമ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിരുന്നു, അർദ്ധരാത്രി ആയാൽ ഒരു കാരണവശാൽ നിങ്ങൾ പുറത്തിറങ്ങരുതെന്ന്. അങ്ങനെ രാത്രി 12 മണിക്ക് ശേഷം അത്താഴം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നതും അവർക്ക് കിടക്കുവാൻ ഒറ്റ മുറിയേ ഉണ്ടായിരുന്നുള്ളൂ. അതാ വീട്ടിൽ കട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ 12-15 ആയതും പട്ടികൾ മഴയത്ത് ഓരിയിടുവാനും ഇടിമിന്നലിൻ്റെ ശബ്ദവും ചിലങ്കയുടെ ശബ്ദവും അടുത്തെത്തി. കുറച്ചു കഴിഞ്ഞ് അവരുടെ വലതുഭാഗത്ത് ആരോ കിടക്കുന്നത് പോലെ തോന്നി. അദ്ദേഹം നോക്കിയതും ഒരു സ്ത്രീ അദ്ദേഹത്തെ കണ്ണ് തുറന്ന് തുറിച്ചു നോക്കുന്നത് കണ്ടു. അദ്ദേഹം ലൈറ്റ് ഇട്ടതും ആ സ്ത്രീയെ കാണാനില്ല. ഇതിങ്ങനെ പലതവണ സംഭവിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് അവരെല്ലാവരും കൂടി അവിടുത്തെ നാട്ടുകാരോട് കാര്യം അന്വേഷിച്ചതും അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടിപ്പോയി. അവിടെ ഒരു പെൺകുട്ടി ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ചു. പ്രണയനൈരാശ്യം മൂലമാണ് ആത്മഹത്യ ചെയ്തത്. അവളുടെ മാതാപിതാക്കൾ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു.